ഹലോ ഗൈസ്, വീണ്ടും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നല്ലേ ഞാൻ എല്ലാ യൂട്യൂബേഴ്സും ചെയ്തിട്ടുള്ളതാണ് പയറുപ്പേരി. കണ്ടോ, എല്ലാവരും ചെയ്തിട്ടുള്ളൊരു പരിപാടിയാണ് സംഭവം പയറുപ്പേരി. പക്ഷേ എൻ്റെ ഐഡിയയിൽ ചെറിയൊരു വ്യത്യാസം വരുത്തിയിട്ടുണ്ട്. ഈ പയറുപ്പേരി ഞാൻ ഉണ്ടാക്കുന്ന വലിയൊരു സംഭവമൊന്നുമല്ല, എന്നാലും എൻ്റെ രീതിയിൽ ചെറിയൊരു വ്യത്യാസം ഞാൻ വരുത്തുന്നുണ്ട് കേട്ടോ. ഇതിലേ എനിക്ക് ഈ പയർ കിട്ടിയപ്പോഴേ നന്നായിട്ടൊന്ന് വാടിയിട്ടുണ്ടായിരുന്നു, വെയിൽ കൊണ്ടിട്ടേ. അപ്പം ഞാൻ എന്ത് ചെയ്തു, അത് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ചെയ്തുകൊണ്ട് പയറിന് ഒരിത്തിരി ബലം വച്ചിട്ടുണ്ടേ. ഇത് നമ്മളില്ലേ ഇങ്ങനെ ആദ്യം പയർ വേവിച്ചെടുക്കുകയാണ് ഞാൻ ചെയ്യുന്നത് ഫസ്റ്റായിട്ട്. ഇത് സിസ്റ്റർ ചെറിയൊരു വ്യത്യാസം എന്ന് വെച്ചാൽ പയറും ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് വേവിക്കണം. ഇതിപ്പോൾ ചെറിയൊരു വാടിലുള്ള പയറല്ലേ, ഈ മഞ്ഞൾപ്പൊടി ഉപ്പ് അതിലേക്ക് ചെല്ലുമ്പോഴില്ലേ നല്ലൊരു ഫ്രഷായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. നല്ല പച്ച കളറിൽ പയറിനെ കാണും കേട്ടോ. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്ന, ജസ്റ്റ് ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ അതേപോലെ തന്നെ ഇതുപോലെ ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു നുള്ളല്ല, നമ്മൾ ഈ പയറിന് പാകത്തിൽ ഉപ്പ് ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ ഉപ്പ് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഫസ്റ്റ് ഇത് ചെയ്ത് വെക്കുക. എന്നിട്ട് അത് വെള്ളമില്ലാതെ നമ്മൾ വറ്റിച്ചെടുക്കണം. അടി പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇത് നല്ല വെള്ളം മിക്സാക്കിയതിന് ശേഷമില്ലേ നമ്മൊരു പാത്രം വെച്ചിട്ടേ ഒന്ന് ജസ്റ്റ് ഒന്ന് അതിൻ്റെ മൂടി വെച്ചിട്ടൊന്ന് മൂടി കൊടുത്തിട്ട് നല്ലോണം ആവി കിടന്ന് വേവണം. വെള്ളം ഒഴിക്കാതെ ആവി കിടന്ന് വേവുമ്പോഴാണ് പയറിന് കൂടുതൽ ടേസ്റ്റ് വരാം കേട്ടോ. അപ്പോൾ ഇത് നല്ലോണം ഇതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, നന്നായിട്ടൊന്ന് ഇതാക്കിയതിന് ശേഷം മൂടി വെച്ച് നമ്മൾ ലോ ഫ്ലെയിമിലൊന്ന് വേവിച്ചെടുക്കുക. ഇതേപോലെ സെറ്റ് ചെയ്ത് വെച്ച് കൊടുക്കുക കേട്ടോ. അത് ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്താലും നമ്മൾ ഇടയ്ക്കൊന്ന് നോക്കണം. ഈ പയറിൽ ഓൾറെഡി വെള്ളം ഉണ്ടാവും. ആ വെള്ളം അടിയിലേക്ക് ഇറങ്ങിയിട്ട് വെള്ളത്തിൽ കിടന്നിട്ടായിരിക്കണം ഇത് വെന്ത് കിട്ടുക. ഇപ്പം നോക്കി, നമ്മൾ നേരത്തെ ഒരു ചെറിയൊരു വാടലുണ്ടായിരുന്ന പയറല്ലേ ഇപ്പം നോക്കി നമ്മൾ ഇങ്ങനെ ചെയ്തപ്പോൾ നല്ല പച്ചപ്പുള്ള ഫ്രഷായൊരു പയറായിട്ട് ഫീൽ ചെയ്യുന്നില്ലേ. ഇത് ഇതുപോലെ ആയിരിക്കണം കേട്ടോ. നമ്മൾ എന്നാൽ കാണുമ്പോഴൊരു ബലം പിടിച്ചിട്ടുണ്ട്, ഒരു പച്ചപ്പും ഉണ്ട്, നല്ല ഭംഗിയുള്ളൊരു കളറായിട്ട് കിട്ടും. പിന്നെ നമ്മൾ എന്ത് ചെയ്യുക, സാധാരണ എല്ലാവരും ചെയ്യുന്ന പോലെ തന്നെ ഓയിലൊഴിക്കുക. അതിന് ശേഷം കടുകിട്ട് കൊടുക്കുക. കടുകൊന്ന് നന്നായി താളിച്ച് കഴിയുമ്പോൾ ഒന്ന് പൊട്ടുമ്പോൾ അതിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക, വേപ്പില ഇട്ട് കൊടുക്കണം കേട്ടോ. സാധാരണ നോർമലി ചെയ്യുന്ന പോലെ വേപ്പില ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിനു മുമ്പിൽ സ്കിപ്പ് ചെയ്തൊരു ഭാഗം ഉണ്ടായിരുന്നു കേട്ടോ. ഞാനിതിൽ എന്താ പറയുക, ഈ ഉള്ളിയും ചുവന്ന മുളകില്ലേ അത് ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് വീഡിയോ എടുക്കാൻ സ്കിപ്പായിപ്പോയി. അപ്പോൾ അത് ഞാൻ ആദ്യം തന്നെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് എന്താ പറയുക, വേപ്പില ഇതായി വരുമ്പോഴേ മൂത്ത് വരുമ്പോൾ അതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഇതൊന്ന് ഇളക്കിയിട്ട് നല്ല ഒരു റെഡിഷ് കളറ് ആകുന്ന വരെ മൂപ്പിക്കുക കേട്ടോ. അതിലേക്ക് വേണം നമ്മൾ ഈ പയർ കൊത്തിയിടാൻ. അപ്പോൾ ആദ്യം നമ്മൾ ഉപ്പിട്ടതിൻ്റെ പേരിന് ഉപ്പൊന്നും ഇടേണ്ട ആവശ്യമില്ല. ഇത് നല്ലോണം മിക്സാക്കി നമ്മൾ പയറുപ്പേരി റെഡി ആയിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഇതിൽ എൻ്റെ ഐഡിയയിൽ ചെറിയൊരു സംഭവം ഇതിലിടുന്നുണ്ട് ടേസ്റ്റ് കൂടാൻ വേണ്ടി. ഒരു നെയ്യിൻ്റെ ചെറിയൊരു പീസ് ഇതിലിട്ട് കൊടുക്കും. ആ നെയ്യ് അതിലിടുമ്പോഴാണ് നമ്മളുടെ പയറുപ്പേരി ശരിയായൊരു ടേസ്റ്റിക്ക് എത്തുക. പച്ച കളറുമാണ്, നല്ല ടേസ്റ്റാവും.